ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്സ് ആൻഡ് ക്വിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കൊച്ചു കാര്യം പറയാനുണ്ട്. വീഡിയോ കാണുന്ന പല കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനമായി നാം ആചരിക്കുന്നത് ജൂലൈ 11. ജനസംഖ്യാശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ജോൺ ഗ്രാൻഡ്. ജോൺ ഗ്രാൻഡ് ആണ് ജനസംഖ്യാശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ലോക ജനസംഖ്യ 500 കോടി കടന്ന ദിവസം എന്നാണ്? ഉത്തരം 1987 ജൂലൈ 11. ലോകത്തിലെ ജനസംഖ്യ 500 കോടി തികഞ്ഞ കുട്ടി ആരാണ്? ഉത്തരം മദേജ് ഗാസ്പർ. ലോകത്തിലെ ജനസംഖ്യ 500 കോടി തികഞ്ഞ കുട്ടിയാണ് മദേജ് ഗാസ്പർ. ഐക്യരാഷ്ട്രസഭ ജനസംഖ്യാ ദിനമായി ജൂലൈ 11 ഏതു വർഷം മുതലാണ് ആചരിച്ചു തുടങ്ങിയത്? ആൻസർ 1989 ജൂലൈ 11 മുതൽ ഐക്യരാഷ്ട്രസഭ ജനസംഖ്യാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഈ വർഷമാണ്. ഇന്ത്യയിൽ 100 കോടി ജനസംഖ്യ തികച്ചതായി കണക്കാക്കുന്ന കുട്ടി ഏതാണ്? ആൻസർ ആസാം. ഇന്ത്യയിൽ 100 കോടി ജനസംഖ്യ തികച്ചതായി കണക്കാക്കപ്പെടുന്ന കുട്ടിയാണ് ആസാം. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഡെമോഗ്രാഫി. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഡെമോഗ്രഫി. അടുത്ത ചോദ്യം. ഡെമോഗ്രഫി എന്ന പദത്തിലെ ഗ്രഫിയുടെ അർത്ഥം എന്താണ്? ആൻസർ വരയ്ക്കുക. ഡെമോഗ്രഫി എന്ന പദത്തിലെ ഗ്രഫിയുടെ അർത്ഥമാണ് വരയ്ക്കുക. കനേഷുമാരി എന്ന പദം ഏതു ഭാഷയുടെ സംഭാവനയാണ്? ആൻസർ പേർഷ്യൻ. പേർഷ്യൻ ഭാഷയുടെ സംഭാവനയാണ് കനേഷുമാരി എന്ന വാക്ക്. അടുത്ത ചോദ്യം. ജനസംഖ്യാ തത്വത്തെക്കുറിച്ച് ഒരു പ്രബന്ധം എന്ന വിവാദ ഗ്രന്ഥം എഴുതിയത് ആരാണ്? ആൻസർ തോമസ് റോബർട്ട് മാൽത്തൂസ്. തോമസ് റോബർട്ട് മാൽത്തൂസ് ആണ് ജനസംഖ്യയെക്കുറിച്ച് ഒരു വിവാദ ഗ്രന്ഥം എഴുതിയത്. 100 കോടി ജനസംഖ്യ തികച്ച ആദ്യ ഭൂഖണ്ഡം ഏതാണ്? ആൻസർ ഏഷ്യ. 100 കോടി ജനസംഖ്യ തികച്ച ആദ്യത്തെ ഭൂഖണ്ഡമാണ് ഏഷ്യ. 100 കോടി ജനസംഖ്യ കടന്ന ആദ്യ രാജ്യം ഏതാണ്? ആൻസർ ചൈന. 100 കോടി ജനസംഖ്യ കടന്ന ആദ്യത്തെ രാജ്യമാണ് ചൈന. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം ഏതാണ്? ആൻസർ ടോക്കിയോ. ഇത് സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലാണ്. ലോകത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരമാണ് ടോക്കിയോ.
NPRന്റെ പൂർണ്ണരൂപം എന്താണ്? NPRന്റെ പൂർണ്ണരൂപം എന്ത്? ആൻസർ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. NPRന്റെ പൂർണ്ണരൂപമാണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. ലോകത്തിലെ ആദ്യ സെൻസസ് നടന്നത് എപ്പോൾ, എവിടെ വെച്ച്? ആൻസർ 1790 അമേരിക്കയിൽ വെച്ചാണ് ലോകത്തിലെ ആദ്യ സെൻസസ് നടന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന സവിശേഷമായ തിരിച്ചറിയൽ രേഖ ഏതാണ്? ആൻസർ ആധാർ കാർഡ്. നമ്മളെപ്പോഴും എവിടെ പോകുമ്പോൾ ആധാർ കാർഡ് കൊണ്ടുപോകാറുണ്ടല്ലേ, അപ്പൊ ആധാർ കാർഡാണ് ഇതിന് ആൻസർ. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ആൻസർ മേയോ പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയിയാണ് മേയോ പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത് എപ്പോൾ, അത് ആരുടെ കാലത്താണ്? ആൻസർ 1881 റിപ്പൺ പ്രഭുവിന്റെ കാലത്താണ് ഇന്ത്യയിൽ പൂർണ്ണമായ സെൻസസ് നടന്നത്. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? ആൻസർ 121 കോടി. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യയാണ് 121 കോടി. 2011 സെൻസസ് ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആയിരുന്നു? ആൻസർ 15ാമത്തെ സെൻസസ്. 2011 സെൻസസ് ഇന്ത്യയിലെ 15ാമത്തെ സെൻസസ് ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്? ആൻസർ 7ാമത്തെ സെൻസസ്. സ്വതന്ത്രയിലെ സെൻസസ് ആണ് 2011 നടന്നതെന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് 7ാമത്തെ സെൻസസ്. ഇന്ത്യയിൽ ആദ്യമായി ജാതീയ സെൻസസ് നടന്ന വർഷം ഏതാണ്? ആൻസർ 2011. ഇന്ത്യയിൽ ആദ്യമായി ജാതീയ സെൻസസ് നടന്നത് 2011 ഇന്ത്യയിൽ ഇനി ജനസംഖ്യാ കണക്കെടുപ്പ് ഏത് വർഷമാണ് നടക്കുന്നത്? ഉത്തരം 2021. 2021 അതായത് ഈ വർഷമാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടത്തുക? ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടത്തുക? ആൻസർ 10 വർഷം കൂടുമ്പോൾ. ഇന്ത്യയിൽ സെൻസസ് നടക്കുക 10 വർഷം കൂടുമ്പോഴാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് നടക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം നമ്മുടെ രാജ്യമായ ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സെൻസസ് നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഉത്തർപ്രദേശ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം സിക്കിം. ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ഇപ്പൊ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻസർ ഡൽഹി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻസർ ലക്ഷദ്വീപ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ
ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ഉത്തരം മലപ്പുറം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ഉത്തരം വയനാട്. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറവുള്ള ജില്ലയാണ് വയനാട്. അടുത്ത ചോദ്യം. കേരളത്തിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏതാണ്? ആൻസർ പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത കുറഞ്ഞ ജില്ലയാണ് പാലക്കാട് ജില്ല. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളം. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് കേരളം. ലോക ജനസംഖ്യാ ദിനത്തിന്റെ ലക്ഷ്യം എന്താണ്? ലോക ജനസംഖ്യാ ദിനത്തിന്റെ ലക്ഷ്യം എന്താണ്? ഉത്തരം ജനസംഖ്യാ വർധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ലോക ജനസംഖ്യാ ദിനത്തിന്റെ ലക്ഷ്യം. കൂട്ടുകാരെ, ഇതോടുകൂടി നമ്മുടെ ക്വിസ് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിലും നല്ല മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാരും അതുവരെയായിട്ട് വെയിറ്റ് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാ ചങ്ക് കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ഒട്ടും മടിക്കണ്ട, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.